വെറ്റ് വെക്കുന്നോ? നാളത്തെ മത്സരത്തിൽ കണ്ണൂർ ജയിക്കും കോഴിക്കോടിനെതിരായിട്ട്. വെറ്റ് വെക്കുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ പറ. സ്പെഷ്യലി നല്ല അടിപൊളി പാറ പോലത്തെ ചപ്പാത്തി, പാറ കഷ്ണം പോലത്തെ. എന്താ അതാ പാറ പോലത്തെ കടിച്ചാൽ പൊട്ടത് അധികം തോന്നാറല്ലോ, അതുകൊണ്ട് ഇപ്പൊ അരമണിക്കൂർ ചാർജ് എത്തിച്ചാ സാധനം വരും. എന്നാ പറഞ്ഞേ 8-4 ജയിച്ചിടാനത് പറയാതിരിക്കുക. ഹൈ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എണീച്ച് കാണുള്ളൂ. ഇപ്പോൾ നിസ്കരിച്ച് എൻ്റെ ജസ്റ്റ് ഒന്ന് കടന്ന് ഇപ്പോൾ എണീച്ച് കാണുള്ളൂ. ഫുഡ് ഉണ്ടാക്കിക്കൊന്നും അറിയില്ല, നോക്കട്ടെ എന്തായാലും. ഇനിയിപ്പോൾ ചങ്ങായും വരുന്നുണ്ട്, അന്നേരം ഓൾറെഡി എന്തെങ്കിലും പുറത്തെവിടെയും പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്കൊന്ന് ഉമ്മയോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം. ഉമ്മ ഇന്നൊന്ന് സ്പെഷ്യലി നല്ല അടിപൊളി പാറ പോലത്തെ ചപ്പാത്തി, പാറ കഷ്ണം പോലത്തെ. എന്താ അതാ പാറ പോലത്തെ കടിച്ചാൽ പൊട്ടത് അധികം തോന്നാറല്ലോ, അതുകൊണ്ട് അങ്ങനെ നല്ല സോഫ്റ്റ് പോലാക്കി തന്നാലേ പിന്നെ എനിക്ക് ഉണ്ടാക്കിയാൽ തീരൂല. അപ്പോൾ ഗൈസ്, എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. എന്താ വെച്ചാൽ രാവിലെ എണീച്ച പാടെ തന്നെ വലിയ വിശപ്പില്ല, പക്ഷെ തിന്നുന്നാളോ. അല്ല, അങ്ങനെയല്ല. രാവിലെ എണീച്ച പാടെ തന്നെ എൻ്റെ ഏട്ടത്തി ഇങ്ങനെ എന്താ പറയുക മുട്ട വറവെല്ലാം ഉണ്ടാക്കി കൊടുക്കും ഉമ്മ ഏട്ടത്തിക്ക്. അപ്പോൾ ഒരു നാസ്ത കഴിഞ്ഞ് പിന്നെ എടുത്താ വിശപ്പുണ്ടാവും. അങ്ങനെ ഒറ്റ ചപ്പാത്തിയും പിന്നെ മുട്ട വറവ് ഇതാക്കിയത്. അതിനെ വേക്കിലൊരു മുട്ട തിന്ന് ബിസ്ക്കറ്റും ചായ കുടിച്ച് അല്ല, ഒന്ന് വെറുതെ ഇതല്ലേ വാമപ്പ അതല്ലോ. എന്നാ ഇതുവരെ വാമ പറഞ്ഞു വെച്ചാൽ മതി. നാസ്ത കുറച്ചിട്ടുള്ള ഞാൻ കാണിച്ചത് കേട്ടാ. അയ്യ ഇവനെ ഇത്ര കാലിയാക്കിക്കുന്നു. ഭർത്താരം കേട്ടായിരിക്കും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. എന്ത് ചപ്പാത്തി കഴിക്കുന്നവർക്കല്ലോ അല്ല, എത്ര കഴിക്കും. അങ്ങനെയാ പാക്കറ്റ് വിട്ടാന്നൊക്കെ അത് തിന്നിട്ടിനി. അപ്പോൾ ഗൈസ്, ഇന്ന് ഒന്നും വലിയ പ്രത്യേകിച്ച് ഒന്നും പരിപാടിയില്ല. നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എവിടെയും പോകാൻ വിചാരിച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ എവിടെയും പോക്കില്ലല്ലോ. ഇല്ല, എവിടെയും പോക്കില്ല. നേരം ഇന്ന് എവിടെയും പോയതിനായിട്ട് കീനിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നെങ്കിൽ അടിപൊട്ടു. അങ്ങനെ എന്താ വെച്ചാൽ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് ആയതുകൊണ്ട് ഇന്ന് എവിടെ ഇറങ്ങിക്കൂടാ. അപ്പോൾ ഇനിയിപ്പോൾ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഗെയിം മാറ്റം കളിച്ചിട്ട് അങ്ങനെ വെറുതെ ഇതാക്കേണ്ടി വരും അല്ലേ? ഇയാളെ തോക്കെ റെഡി അല്ലേ? ബസ്സിൽ പ്രോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളായത്. നിങ്ങളെ കൂട്ടത്തിലുണ്ടാവില്ലേ ഇങ്ങനെ ബസ്സിന് പ്രോന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നവന്? ഓനൊന്ന് മെൻഷൻ ചെയ്തേക്ക്. റിസൾട്ട് ഞാൻ കാണിച്ചു ലാസ്റ്റ് കാണിക്കണേ. ഇനി വാശിക്ക് കളിക്കുന്നുണ്ടോ? അപ്പൊ ഞാനേ തോറ്റേന് എനിക്കെന്നാ പറയാനുള്ള ഒരു കളി ഞാൻ ജയിച്ചിരുന്നു. അല്ല ടോട്ടൽ എത്ര നമ്മള് കളിച്ച്? 9 അതില് ഒറ്റ കളി ജയിച്ച്. അത് ലാസ്റ്റത്തെ കളി ഞാൻ ജയിക്കുവല്ലേ ചാച്ചു അല്ലേ? 10 ആളെ വെച്ചിട്ട് ഞാൻ കളിച്ച കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6-7 തോറ്റു. എന്റെ പിന്നെ റീമാച്ച് അടിക്കാൻ മറിച്ചാനെ ഭയങ്കര പേടി. ഏത് 9 കളിയിൽ 8 ജയിച്ചാരാ? 8ാമത്തെ ജയമൊന്നും പറയണ്ട. അല്ല, ഫസ്റ്റ് കളി ജയിച്ചെറിഞ്ഞെന്നാ പറഞ്ഞേ. 8-4 ജയിച്ചിടാനത് പറയാതിരിക്കുക. അത് ജയിച്ചി. പിന്നെയുള്ള കളി എത്ര ഞാൻ ജയിച്ചേ? പിന്നെ 8-0 8-0 ഒറ്റ പൂച്ച ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ പൂച്ച 8-2 ഉണ്ട്. 8-2 ഉണ്ട്, 7-3 ഉണ്ട്. പിന്നെ 6-7 അത് പറയണം. 10ാമത്തെ സെക്കൻഡാണ് എനിക്ക് റെഡ് കാർഡ് കിട്ടിയത്.
10 ആൾക്കാരെ വെച്ചിട്ട് ഞാൻ കളിച്ചിട്ട് ഈ മൊയ്തീനാകെ 7 ഗോൾ അടിക്കാൻ പറ്റിയുള്ളൂ. അതൊരു CB സ്റ്റോപ്പർ ബാക്കില്ല. അല്ല അടുക്ക് ഇവന്റെ മെയിൻ പ്രശ്നം എന്താ പറയുമ്പോ ഈ ടാക്കിൾ ചെയ്ത് ഇടുക. ടാക്കിൾ ചെയ്തിട്ട് പെനാൽറ്റി കിട്ടുന്ന സ്ഥലത്ത് പെനാൽറ്റി കിട്ടിയില്ലേ? എല്ലാ സ്ഥലത്തും കറക്റ്റ് ബോളിലും കിട്ടിയിട്ട് പോസ്റ്റ് വരെ എത്തും. എന്റെ പോസ്റ്റിനടുത്തുനിന്ന് അപ്പൊ ടാക്കിൾ ചെയ്ത് ഇതാക്കുക. ഇത് ഞാൻ എന്തൊക്കെ അവിടെ പോസ്റ്റിനുള്ളത് പിന്നെ ഗോൾ അടിക്കാൻ നോക്കിക്കാൻ പറ്റുമോ എനിക്ക്? പിന്നെ അടിക്കണ്ടേ കളിക്കുന്ന നമുക്കങ്ങനെ പോസ്റ്റിലുള്ളത് പിന്നെ നമ്മളൊന്നുമില്ല. ഫുള്ള് ഡിഫെൻസീവ് കളികളായിരിക്കും. അത് ടാക്കിൾ വരും, ഉന്തൽ വരും, കീപ്പർ ചിലപ്പോൾ ചവിട്ടിയിട്ട് ചിലപ്പോൾ ഈ കീപ്പർ കയറി എത്തും. ഇതെല്ലാം ടാക്ടിക്സിന്റെ ഭാഗമാണ്. ഇനി പറ ഞാൻ 15 ടാക്കിൾ ഉള്ളിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആകെ 2 പെനാൽറ്റിയല്ലേ കിട്ടിയുള്ളൂ. 2 3 ഇല്ല കറക്റ്റ് ടാക്കിൾ ഇല്ലല്ല കറക്റ്റ് ടാക്കിളല്ലേ? അല്ല പിന്നെ ടാക്കിൾ കിട്ടിയിട്ട് നോക്കി വെക്കാൻ അതറിഞ്ഞ ടാക്കിൾ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ടാക്കിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല എനിക്കത്. പിന്നെ എൻ്റെ 10 ഗോള് 15 ഗോൾ എത്തേണ്ട സാധനം ഞാൻ ടാക്കിൾ ത്രൂ കുറെ സേവ് ചെയ്തിരിക്കും. റീമാച്ചിന് റെഡിയാണോ? എപ്പോ ഇപ്പൊ ചാർജില്ല ഫോണിൽ 10%. ഇപ്പൊ 1 അരമണിക്കൂർ ചാർജ് എത്തിച്ചാ ചാർജ് സാധനം വരും. ഇനി വാ, അതിന് മുമ്പ് ഞാൻ മെസ്സേജ് റിപ്ലൈ വെറ്റ് വെക്കുന്നോ? നാളത്തെ മത്സരത്തിൽ കണ്ണൂർ ജയിക്കും കോഴിക്കോടിനെതിരായിട്ട്. വെറ്റ് വെക്കുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ പറ. ബെറ്റല്ലേ? ആ വെറ്റ് തന്നെ. എന്നാ ബെറ്റെന്ന് കൊടുക്കുന്ന കണ്ണൂർ ജയിച്ചിക്കണേ എനിക്കൊരു ഷവായി. കണ്ണൂർ തോറ്റിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കൊരു ഷവായി വൈത്തിരുവാ. ഉറപ്പായിരിക്കണോ? അല്ലെങ്കിൽ പിന്നെ മറ്റേ ലോലിപ്പോപ്പിൽ അവസാനിപ്പിക്കറ്. അത് ഞാൻ പറഞ്ഞു തരാം. ഇഞ്ച പരിപാടി അങ്ങനെയാ. വലിയ വെച്ച് വെക്കൂ, എന്നിട്ട് ലോലിപ്പോപ്പ് മേടിച്ചിട്ട് ഒരു അല്ലെങ്കിൽ കടല മിഠായി. ഇതാ ഇഞ്ച പരിപാടി. നമ്മൾ അതിലൊന്നുമല്ല, നമ്മൾ ഒന്നിക്കടെ ഷവർമ്മ അല്ല ഷവായി ഇങ്ങനത്തെ ഉണ്ട്. ഉറപ്പാ നിങ്ങളെ ഉറപ്പാ? കണ്ണൂർ ജയിച്ച് വെറ്റ് ചാലഞ്ച് ചാലഞ്ച്. ജയിച്ചാല് മേടിച്ചു കൊടുക്കണേ. മേടിച്ചു കൊടുക്കും. ജയിച്ചാലാ? കണ്ണൂർ ജയിച്ചാലല്ല, കണ്ണൂർ തോറ്റാലേ ഞാൻ വായിക്കോട്ടെ. കണ്ണൂർ ജയിച്ചാൽ എനക്ക് വായിത്തരണം.